നൽകിയത്. കോഴിക്കോട് വളയത്ത് തെരുവുനായയുടെ ആക്രമണം 6 പേർക്ക് കടിയേറ്റു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, വിവരങ്ങൾ പറയൂ. 6 പേർക്കാണ് ക്രിസ്റ്റീന ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും, അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കടക്കം ഈ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരവും ഇന്ന് പുലർച്ചെയുമാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വളയം ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി ഇത്തരത്തിലുള്ള തെരുവുനായയുടെ ആക്രമണം ആളുകൾക്ക് നേരെ ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെയുമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പരിക്കേറ്റവർ നാദാപുരം, വടകര, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. കാര്യമായ പരിക്ക് ഇവർക്കില്ല. പക്ഷേ ഈ സാഹചര്യം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. തുടർച്ചയായി ഇത്തരം ആളുകൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുക, പലരും അത്ഭുതകരമായി രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പുലർച്ചെ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ലോട്ടറി ഏജന്റിനടക്കം തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച 3 ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണങ്ങൾ, ഈ തെരുവുനായയുടെ സ്വൈര്യവിഹാരം തുടർക്കഥയാകുന്നത് പരിഹരിക്കാൻ നടപടികൾ വേണമെന്നുള്ള ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത്. കൃഷ്ണ.